മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മുടെ 7ാം ക്ലാസ്സിലെ ഹ്യൂമൻ ബോഡി എ വണ്ടർ, സർക്കുലേഷൻ, എക്സ്ക്രീഷൻ ആൻഡ് നെർവസ് സിസ്റ്റം ഈ ഒരു ചാപ്റ്റർ നമുക്കൊരു 20 മിനിറ്റ്സിൽ ഫുൾ സെറ്റാക്കി എടുത്താലോ? അപ്പം മിസ്സിൻ്റെ കൂടെ എൻ്റെ മക്കൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഒരൊറ്റ അടിക്ക് സെറ്റാക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് നമുക്ക് സർക്കുലേഷൻ ഉണ്ട്, എക്സ്ക്രീഷൻ ഉണ്ട്, നെർവസ് സിസ്റ്റം ഉണ്ട്. ഇത് മൂന്നും നമ്മൾ സെറ്റാക്കാൻ പോവുകയാണ് കേട്ടോ. സോ ആദ്യം തന്നെ ഇവിടെ ഒരു കുട്ടി എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ചിലപ്പോൾ പലപ്പോഴും നമുക്ക് പനിയൊക്കെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ കിടന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എന്താണ് ചെയ്യുക, നമ്മുടെ ബോഡിയിലേക്ക് ഒരു നീഡിൽ വഴി എന്ത് ചെയ്യും, ഗ്ലൂക്കോസ് കയറ്റിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ ഈ ഗ്ലൂക്കോസ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ബോട്ടിലുള്ള ഈ ഗ്ലൂക്കോസ് വെള്ളം നമ്മളിങ്ങനെ നീഡിൽ വഴി കയറ്റുന്നത് എങ്ങോട്ടേക്കാണ്? ചിന്തിച്ചിട്ടുണ്ടോ അല്ലേ? അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ വഴി നമ്മുടെ ചെറുകുടലിൽ നിന്ന് നമ്മുടെ ഭക്ഷണം ആഗിരണം ചെയ്യും അല്ലേ? നമ്മുടെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അമിനോ ആസിഡ് ഈ സാധനങ്ങളെല്ലാം ആഗിരണം ചെയ്തിട്ട് അത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലേക്കും എത്തിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ആൽവിയോളയിൽ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ എത്തും. അതെങ്ങനെയാണ് നമ്മുടെ ഓരോ സെൽസിലേക്കും എത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരൊറ്റ ഉത്തരവേ ഉണ്ടാവുള്ളൂ. ആരാണ്? നമ്മളുടെ രക്തമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ദഹനത്തിന് ശേഷമുള്ള ഭക്ഷണ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിട്ടുള്ള ഗ്ലൂക്കോസും അമിനോ ആസിഡും ഫാറ്റി ആസിഡും ഇതെല്ലാം നമ്മുടെ സെൽസിലേക്ക് എത്തിക്കുന്നതും അതുപോലെ നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് നമ്മുടെ ആൽവിയോളയിൽ എത്തുന്ന ഓക്സിജനെ നമ്മുടെ സെൽസിലേക്കൊക്കെ എത്തിക്കുന്നത് ആരാണ്? നമ്മുടെ ബ്ലഡാണ്. അപ്പം നമ്മുടെ ഈ ബ്ലഡിന് ഈ ഒരു പണി ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂല അല്ലേ? അപ്പം നമ്മുടെ ബ്ലഡിനെ സഹായിക്കാൻ ആരാണുള്ളത്? നമുക്കിവിടെ ഈ ബ്ലഡ് മാത്രമല്ല, നമ്മുടെ ബ്ലഡിനെ സഹായിക്കാൻ നമുക്ക് ഹാർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയമുണ്ട്, പിന്നെ നമ്മുടെ ബ്ലഡ് വെസൽസ് ഉണ്ട് അല്ലേ? രക്തക്കുഴലുകളുണ്ട്. സോ നമ്മുടെ ഹൃദയം, അതേപോലെ തന്നെ നമ്മുടെ രക്തക്കുഴലുകൾ, പിന്നെ നമ്മളുടെ ബ്ലഡ്, ഇത് മൂന്നും ചേരുന്നതാണ് നമ്മളുടെ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ മനുഷ്യൻ്റെ രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ രക്തപര്യന വ്യവസ്ഥയുടെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, നമ്മളുടെ ന്യൂട്രിയൻസും അതേപോലെ തന്നെ ഓക്സിജനും നമ്മുടെ എല്ലാ കോശങ്ങളിലേക്ക് എത്തിക്കുക. അതേപോലെ തിരിച്ച് എന്ത് ചെയ്യാണ്, കോശങ്ങളിൽ നിന്ന് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് സെൽസാണ് കോശങ്ങൾ. അപ്പൊ നമ്മുടെ സെൽസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുക. ഒന്ന് ഓക്സിജനും ന്യൂട്രിയൻസും എല്ലാ ഭാഗത്തേക്കും എത്തിക്കുക, മറ്റേത് എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഹാർട്ട് ഉണ്ട്, അതുപോലെ ബ്ലഡ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്, ഇവരെല്ലാവരും ആണ് ഈ പണി ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പൊ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ആദ്യത്തെ ആളാണ് നമ്മുടെ ബ്ലഡ് അല്ലേ? അപ്പൊ നമ്മുടെ ഈ ബ്ലഡിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റെഡ് കളറാണ്. എങ്ങനെയാണ് നമ്മുടെ ബ്ലഡിന് റെഡ് കളർ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇപ്പൊ പറയും, മിസ്സേ അത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ്, ഒരു വർണ്ണ വസ്തു അതിലുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന സാധനത്തിന്റെ മെയിൻ ഘടകങ്ങൾ എന്ന് പറയുന്നത് അയേൺ, ഇരുമ്പും അതേപോലെ തന്നെ എന്താണ്, പ്രോട്ടീനുമാണ്. ഓക്കെ, ഇതിന് രണ്ട് ഫങ്ഷൻസ് ആണ്. മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിജനെയും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെയും എന്ത് ചെയ്യുക, നമ്മുടെ സെൽസിലേക്കൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുക. അവിടുന്ന് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു രക്തമാണ് എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. രക്തത്തില് നമ്മുടെ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരുന്നത് ആരാണ്? നമ്മുടെ രക്തത്തിലുള്ള ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ്. അപ്പൊ ഈ ഹീമോഗ്ലോബിൻ പ്രോട്ടീൻ എവിടെയാണ് കാണുന്നതെന്ന് അറിയാവോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ? നമ്മുടെ രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിന്റെ അകത്താണ് ഹീമോഗ്ലോബിൻ കാണുന്നത്. അപ്പൊ നമ്മുടെ ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണത് ഇതെല്ലാം. അതായത് ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിന്റെ മെയിൻ കോമ്പണൻസ് പ്രോട്ടീനും അയേണും ആണല്ലോ. അപ്പൊ നമുക്ക് അയേൺ ഉണ്ടെങ്കിലല്ലേ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അയേൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നത്. സോ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള അയേൺ നമുക്ക് കിട്ടുള്ളൂ. ഇരുമ്പ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നമ്മൾക്ക് ഹീമോഗ്ലോബിൻ നിർമ്മിക്കാനും നമ്മളുടെ എന്താണ് രക്തത്തിൽ ആവശ്യത്തിനുള്ള ഹീമോഗ്ലോബിൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് കോശങ്ങളിലേക്കൊക്കെ കറക്റ്റ് അളവിൽ ഓക്സിജൻ ഒക്കെ എത്തുക. ഓക്കെ, അപ്പൊ നമ്മുടെ ബ്ലഡിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ ഈ ബ്ലഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് നമുക്കൊരു ദ്രാവക ഭാഗമുണ്ട്. നമ്മുടെ രക്തത്തിൽ 55% എന്താണ്, 55% പ്ലാസ്മയാണ്. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ള രക്തത്തിലെ ദ്രാവക ഭാഗമാണ്. നമ്മുടെ ഈ ന്യൂട്രിയൻസ് ഒക്കെ ഇല്ലേ, ഗ്ലൂക്കോസ് ഒക്കെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് പ്ലാസ്മയാണ്. പിന്നെ 45% എന്ന് പറയുന്നത് രക്തകോശങ്ങൾ അല്ലെങ്കിൽ ബ്ലഡ് സെൽസ് ആണ്. അതിൽ RBC അല്ലെ റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കൾ ഉണ്ട്, ദെൻ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ വെളുത്ത രക്താണുക്കൾ, ദെൻ പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ട്. ഈ റെഡ് ബ്ലഡ് സെൽസ്
സെൽസിലാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ കാണുന്നത്. ഓക്കെ, ഈ ഹീമോഗ്ലോബിൻ ഉള്ളതുകൊണ്ടാണ് രക്തത്തിന് എന്ത് കിട്ടിയത്? ചുവന്ന കളർ കിട്ടിയത്. പിന്നെ നമ്മുടെ രക്തകോശങ്ങളെ നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് എന്ത് പറയാം? ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്. അതേപോലെ തന്നെ ആരാണ്? നമ്മുടെ വെളുത്ത രക്താണുക്കൾ അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്. അപ്പൊ ഇവരുടെ രണ്ടുപേരെയും നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്. അതായത് RBCന്റെ അല്ലെങ്കിൽ അരുണ രക്താണുക്കളെ, ചുവന്ന രക്താണുക്കളെ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ക് ഷേപ്പാണ്. ഇവർക്കോ പ്രത്യേകിച്ച് ഒരു ആകൃതിയും ഇല്ല. ഓക്കെ, ഇവർക്കാണെങ്കിൽ ന്യൂക്ലിയസ് ഇല്ല, ഇവർക്കാണെങ്കിൽ ന്യൂക്ലിയസ് ഉണ്ട്. നമ്മുടെ ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ RBCക്ക് നമുക്ക് എന്തുണ്ടാകും? ന്യൂക്ലിയസ് ഉണ്ടാവില്ല. പക്ഷെ വൈറ്റ് ബ്ലഡ് സെൽസിന് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഇനി ഇവരുടെ ഫംഗ്ഷൻ എന്താണ്? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എല്ലാ സ്ഥലത്തേക്ക് എത്തിക്കാം. ആൻഡ് നമ്മൾ WBCന്റെ ഫംഗ്ഷൻ എന്താണ്? രോഗാണുക്കളെ നശിപ്പിക്കാം. ആൻഡ് ഇവർക്ക് ചുവന്ന കളർ ഉണ്ട്, കാരണം അതിന് ഹീമോഗ്ലോബിൻ ഉള്ളതുകൊണ്ടാണ്. സോ ഈ രീതിയിൽ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇത് എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ അടുത്തതാണ് നമ്മുടെ പ്ലേറ്റ്ലെറ്റുകൾ. അപ്പോൾ പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ് പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പ്ലാസ്മ. അപ്പോൾ നമ്മുടെ രക്തത്തിലെ ദ്രാവക ഭാഗം, ലിക്വിഡ് പാർട്ടാണ് പ്ലാസ്മ. ഇതിന്റെ നിറം എന്താണ്? ഒരു മഞ്ഞ കളറാണ്. എന്താണ് ഫംഗ്ഷൻ? ഗ്ലൂക്കോസിനെ നമ്മുടെ കോശങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ അതോടുകൂടിയിട്ട് നമ്മുടെ ബ്ലഡ് സെൽസ് ക്ലിയർ ആയില്ലേ? ഓക്കെ, രക്തത്തിൽ പ്ലാസ്മയുണ്ട്, ബ്ലഡ് സെൽസും ഉണ്ട്. ബ്ലഡ് സെൽസ് മെയിൻ ആയിട്ട് ഈ 3 ആൾക്കാരാണ്. 3 ആൾക്കാരുടെ ഫംഗ്ഷൻസും അവരുടെ പ്രത്യേകതകളും നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമ്മളിതേ ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റമിലെ രക്തപര്യന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസ് ദെൻ ഹാർട്ട് ചേരുന്നതാണ്. അതിൽ ബ്ലഡിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മുടെ ബ്ലഡ് വെസൽസ് ഇതേ നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് അറിയാവോ? നമ്മുടെ ആർട്ടറി ഉണ്ട്, വെയിൻ ഉണ്ട്, കാപ്പിലറീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതില് ഈ രക്തക്കുഴലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ മക്കൾ ഇങ്ങനെ ആലോചിക്കാം. ഇതാണ് നമ്മുടെ ഹാർട്ടാണ് എന്ത് ചെയ്യുന്നത്? രക്തം പമ്പ് ചെയ്യുന്നത്. അപ്പൊ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് പോവുക, അതാണ് നമ്മൾ എന്ത് പറയാ? ആർട്ടറി എന്ന് പറയാ. ആർട്ടറി ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് ആർട്ടറി അല്ലെങ്കിൽ ധമനി എന്ന് പറയും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ആർക്കോ വേണ്ടി പോകുന്നു അല്ലെ? ആർക്കോ വേണ്ടി ഹൃദയത്തിൽ നിന്ന് പുറത്തു പോകുന്നതാണ് ആർട്ടറി. ആർക്കോ വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും. ഓക്കെ, ഇനി തിരിച്ചു വരുന്ന ആൾക്കാരോ? തിരിച്ചു വരുന്ന ആൾക്കാരതേ വെയിൻ. വേ ഇൻ എന്നാലോചിക്കുക, ഉള്ളിലേക്ക് വേ ഇൻ. അതാണ് നമ്മുടെ വെയിൻ അല്ലെങ്കിൽ സിര. വെയിൻ അല്ലെങ്കിൽ സിര എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ കാപ്പിലറീസ്? നമ്മുടെ ആർട്ടറീസിനെയും വെയിൻസിനെയും ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നവരാണ് കാപ്പിലറീസ് അല്ലെങ്കിൽ ലോമികകൾ എന്ന് പറയുന്നത്. സോ എന്റെ മക്കൾ ഇവിടെ നോക്കിക്കേ, ആർട്ടറീസ് ആർ ബ്ലഡ് വെസൽ വിച്ച് ക്യാരി ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ദി ഹാർട്ട് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി. ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡിനെ ഹൃദയത്തിൽ നിന്ന് ആർക്കോ വേണ്ടി അല്ലേ? അപ്പൊ ആർട്ടറി. ഓക്കെ, സിരകളാണെങ്കിലോ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള രക്തത്തിനെ വെയിൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അപ്പൊ നമ്മുടെ കാപ്പിലറീസ് എന്ത് ചെയ്യുന്നുണ്ട്? ആർട്ടറികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ആർട്ടറീസിനെയും വെയിൻസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ധമനികളെയും സിരകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. സിമ്പിൾ. ഓക്കെ, ജസ്റ്റ് മിസ്സിന്റെ ഈ ഒരു ആരോ മാർക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവും ആർക്കോ വേണ്ടി പോകുന്നു. വേ ഇൻ വെയിൻ. ഓക്കെ, യെസ്. ഇനി നമ്മുടെ ഹൃദയം. അപ്പൊ ഹൃദയം കൂടെ പറഞ്ഞാൽ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മുടെ ഹൃദയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു മസ്കുലാർ ഓർഗൻ ആണ്. നമ്മുടെ ഹൃദയം ഉള്ളത് എവിടെയാണ്? നമ്മുടെ തൊറാസിക് ക്യാവിറ്റി അല്ലെങ്കിൽ ഔരസാശയത്തിൽ നമ്മുടെ 2 ലങ്സിന്റെയും ഇടയിൽ വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിട്ടാണ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മുടെ ഹൃദയത്തിന്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഒരു ക്ലെഞ്ച്ഡ് ഫിസ്റ്റ്, ചുരുട്ടി പിടിച്ച മുഷ്ടിയോളമാണ് വലുപ്പമുള്ളത്. ഹൃദയത്തിനെ കവർ ചെയ്തിട്ടുള്ള ഒരു ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. നമ്മുടെ ഹൃദയത്തിന് 4 അറകളാണ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മളുടെ ഹാർട്ട് ബീറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും പറയാറുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ആകുമ്പോൾ നിങ്ങൾ പറയും, അയ്യോ ഹാർട്ട് ബീറ്റ് കൂടുന്നു എന്ന് പറയും. അപ്പൊ എന്താണ് ഈ ഹാർട്ട് ബീറ്റ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഹാർട്ടിലുള്ള മസിൽസ് കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു റിത്തമിക് കോൺട്രാക്ഷനെയും റിലാക്സേഷനെയാണ് നമ്മൾ എന്ത് പറയാ? ഹാർട്ട് ബീറ്റ് എന്ന് പറയാം. സോ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ റിത്തമിക് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ഹാർട്ട് മസിൽസ്. ഹൃദയത്തിന്റെ സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കലും. ഒരു പ്രാവശ്യം ഹൃദയം സങ്കോചിക്കുന്നു, പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു, അപ്പോഴാണ് നമ്മൾ ഒരു ഹാർട്ട് ബീറ്റ് കേൾക്കുക. ഓക്കെ, അങ്ങനെ ഹാർട്ട് ബീറ്റിനെ തുടർന്ന് എന്താണ് നമ്മൾ ഈ ഹാർട്ട് ബീറ്റ് ഒരു പ്രാവശ്യം കോൺട്രാക്ഷൻ റിലാക്സേഷൻ ആണ് ഒരു ഹാർട്ട് ബീറ്റ്. അങ്ങനെ ഒരു മിനിറ്റിൽ എത്ര തവണ ചെയ്യും?
ഒരു പ്രാവശ്യം കോൺട്രാക്ട് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. ഇതൊരു ഹാർട്ട് ബീറ്റ് ആണ്. അങ്ങനെ ഒരു മിനിറ്റിൽ എത്ര തവണ കോൺട്രാക്ഷനും റിലാക്സേഷനും ചെയ്യുന്നു, അതാണ് ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ ഹൃദയസ്പന്ദന നിരക്ക്. ഇത് ഒരു മിനിറ്റിൽ നമുക്ക് 72 പ്രാവശ്യം ഉണ്ടാകും. സോ നമ്മുടെ ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? 72 ആണ്. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട്, അപ്പൊ മിസ് ഇവിടെ പിടിച്ചു നോക്കുന്നത് എന്താ? പൾസാണ്. പൾസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഹാർട്ട് ബീറ്റ്, ഹൃദയസ്പന്ദനം. ഹൃദയസ്പന്ദനത്തിനോടനുബന്ധിച്ച് നമ്മുടെ ധമനികളിൽ ആർട്ടറീസിൽ ഒരു വേവ് ലൈക്ക് മൂവ്മെന്റ് ഫീൽ ചെയ്യും. ആ വേവ് ലൈക്ക് മൂവ്മെന്റ് ആണ് പൾസ്. ഓക്കെ, സോ പൾസ് ഇസ് ദ വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ആർട്ടറി, ധമനികളിലാണ്, ആസ് എ റിസൾട്ട് ഓഫ് ഹാർട്ട് ബീറ്റ്. അപ്പൊ ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു, അപ്പോൾ ഒരു വേവ് ഒരു താഴ്തെ. കോൺട്രാക്ട് ചെയ്യുമ്പോൾ അപ്പൊ ഇങ്ങനെ, റിലാക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ. കോൺട്രാക്ഷൻ, റിലാക്സേഷൻ, സങ്കോചം, പൂർവ്വസ്ഥിതി പ്രാപിക്കൽ. അപ്പോൾ ഒരു വേവ് ഫീൽ ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മുടെ ഹാർട്ട് ഒരു മിനിറ്റിൽ 72 തവണ മിടിക്കുമ്പോൾ അല്ലെങ്കിൽ 72 തവണ ബീറ്റ് ചെയ്യുമ്പോൾ പൾസും നമുക്ക് അത്ര തന്നെ ഫീൽ ചെയ്യും. കാരണം ഹൃദയസ്പന്ദനത്തിന്റെ ഫലമായിട്ടാണ് ഈ വേവ് ഉണ്ടാവുന്നത് ധമനികളിൽ. ഓക്കെ, സോ ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം സ്പന്ദിക്കുന്നു. ഇതാണ് നമ്മുടെ ഹൃദയസ്പന്ദന നിരക്ക് എന്ന് പറഞ്ഞാൽ. പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേവ് ലൈക്ക്. ഇത് മിസ് ഇത് തന്നെ എഴുതി പോയതാണ് കേട്ടോ ഇങ്ങോട്ടേക്ക്. പൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരംഗ രൂപത്തിലുള്ള ചലനം ധമനി ഭിത്തികളിൽ അനുഭവപ്പെടുന്നു. എപ്പോ? ഹൃദയസ്പന്ദനത്തിന്റെ ഫലമായിട്ട്. ഹൃദയസ്പന്ദനത്തിന്റെ ഫലമായിട്ട് ധമനി ഭിത്തികളിൽ അനുഭവപ്പെടുന്ന തരംഗ രൂപത്തിലുള്ള ചലനത്തിനെയാണ് എന്ത് പറയാ? പൾസ് എന്ന് പറയാ. ഇത് നമ്മുടെ ഹൃദയസ്പന്ദന നിരക്കിന് തുല്യമായിരിക്കും. ഇനി ഇവിടെ അല്ലാതെ നമുക്ക് പല സ്ഥലങ്ങളിൽ വേറെയും ഫീൽ ചെയ്യാം. ഇവിടെ ഫീൽ ചെയ്യാം, ഇവിടെ ഫീൽ ചെയ്യാം, ഇവിടെ ഫീൽ ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ഒരു പോയിന്റിൽ ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ ഈ ഒരു പൾസ് റേറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ടി ചെയ്യുന്ന നമ്മുടെ ഈ ഒരു ഹൃദയത്തിനെ നമ്മൾ സംരക്ഷിക്കണം അല്ലേ? അപ്പം നമ്മുടെ ഹൃദയത്തിനെ സംരക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? റെഗുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സസൈസ് ചെയ്യണം. വ്യായാമം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയാരോഗ്യം മോശമാവും. പിന്നെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, നമ്മുടെ ജീവിത രീതി കൊണ്ട് പല അസുഖങ്ങളും വരുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ മോശമാവാൻ ചാൻസ് ഉണ്ട്. അതൊന്നും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ പുകവലി, മദ്യപാനം, അതുപോലെ തന്നെ എന്താണ് സ്മോക്കിംഗ് ആണല്ലോ പുകവലി അല്ലേ? ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഹാർട്ടിനെ മോശം അവസ്ഥയിലേക്ക് അത് ചെയ്യാതിരിക്കുക. പിന്നെ എപ്പോഴും കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഹൃദയം ആരോഗ്യത്തോടെ നിലനിർത്താനാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. എപ്പോഴും എക്സസൈസ് ചെയ്യുക. ടൊബാക്കോ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ആൽക്കഹോൾ യൂസ് ചെയ്യാതിരിക്കുക. ബ്ലഡ് പ്രഷറും ഷുഗറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അഥവാ എന്തെങ്കിലും മുറിവ് പറ്റിയാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കളിക്കുമ്പോഴൊക്കെ മുറിവ് പറ്റാറുണ്ടല്ലേ? അപ്പം മുറിവ് നമ്മൾ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം തന്നെ നമ്മൾ ശുദ്ധജലം ഉപയോഗിച്ച് ആ ഭാഗം കഴുകുക. അതിനുശേഷം നമ്മളൊരു കോട്ടൺ തുണിയോ പഞ്ഞിയോ വെച്ച് അതിൽ ഒപ്പിയെടുക്കുക. നല്ലപോലെ ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ അത് നന്നായി അമർത്തി പിടിക്കുക. എന്നിട്ട് കയ്യിലൊക്കെ ആണെങ്കിൽ കൈ ഉയർത്തി പിടിക്കുക. അല്ലെങ്കിൽ കുറേ ബ്ലഡ് ഇങ്ങനെ ഒഴുകി പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ എന്നിട്ട് നിൽക്കുന്നില്ലെങ്കിൽ ഒരു ബാൻഡേജ് ചുറ്റിയിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ മെഡിക്കൽ ഹെൽപ്പ് തേടാന്നുള്ളതാണ് ഇത്തരം അവസരങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ എന്താണ് ബ്ലഡ് ഡൊണേഷൻ? നമുക്കറിയാം, ഒരു ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഒരു 5 to 5.5 ലിറ്റർ രക്തം ഒരു ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഉണ്ടാവും. അപ്പം നമ്മൾ നമ്മുടെ സമ്മതത്തോട് കൂടിയിട്ട് നമ്മുടെ ബ്ലഡ് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നതിനെയാണ് ബ്ലഡ് ഡൊണേഷൻ അല്ലെങ്കിൽ രക്തദാനം എന്ന് പറയാം. ഏകദേശം 1/2 ലിറ്റർ ബ്ലഡാണ് നമ്മൾ ഒരു ബ്ലഡ് ഡൊണേഷനിൽ കൊടുക്കുക. ഇതൊരു 18 വയസ്സിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കൊടുത്ത ബ്ലഡ് എന്ത് ചെയ്യും? അവർ സയൻറ്റിഫിക് പ്രിസർവേഷൻ ഒക്കെ ചെയ്ത് എടുത്തു വെക്കും. ആവശ്യമുള്ള ആൾക്കാർക്ക് ഹോസ്പിറ്റൽ യൂസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഓക്കെ, 3 മാസത്തിൽ ഒരിക്കൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ഈ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് അടുത്ത ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ സർക്കുലേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതാണ് നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം. അതായത് നമ്മുടെ ശരീരത്തിൽ ഈ ന്യൂട്രിയൻസ് ഒക്കെ കിട്ടി, ഓക്സിജൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മെറ്റബോളിസം നടക്കും അല്ലെ? ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കും. ഇതിൻ്റെ ഫലമായിട്ട് കുറേ വേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഈ വേസ്റ്റ് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യണം. അതിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എക്സ്ക്രീഷൻ. സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് എന്തൊക്കെയാണ് വേസ്റ്റ്? യൂറിയ, എക്സസ് വാട്ടർ, സോൾട്ട് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ ബോഡി. അപ്പോൾ അത് ചെയ്യുന്ന മെയിൻ ആൾക്കാരാണ് ആര്? നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത്. നമുക്ക് എവിടെയുണ്ട്? 2 കിഡ്നി ഉണ്ട്. നമ്മുടെ ഉദരാശയത്തിൽ അല്ലെങ്കിൽ അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് നട്ടിലിൻ്റെ ഇരുവശത്തുമായിട്ടാണ് കാണുന്നത്. സോ 2 പേര് കിഡ്നി. പിന്നെ നമുക്കൊരു യുറീറ്റർ അല്ലെങ്കിൽ മൂത്രവാഹി, പിന്നെ നമ്മുടെ യൂറിനറി ബ്ലാഡർ, ദെൻ മൂത്രനാളം അല്ലെങ്കിൽ യുറീത്ര, ആൻഡ് ഇതാണ് നമ്മുടെ റീനൽ ആർട്ടറി, ആൻഡ് ഇതാണ് നമ്മുടെ റീനൽ വെയിൻ.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് മക്കളെ. ഇത് എക്സാമിന് നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ വേണ്ടി ചോദിക്കൂ കേട്ടോ. ഓക്കെ, സോ ഇത് നോട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ ശരീരത്തിൽ മെയിൻ ആയിട്ടുള്ള ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത്. നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ, ഉദരാശയത്തിൽ, നട്ടെല്ലിന് ഇരുവശത്തുമായിട്ടാണ് കാണുന്നത്. അതിൽ നമ്മുടെ കിഡ്നിയിലേക്ക് രക്തം കൊണ്ടുവരുന്നത്, നമ്മൾ പറഞ്ഞില്ലേ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നു എന്നൊക്കെ. ഓക്കെ, അതേപോലെ കിഡ്നിയിലേക്ക് രക്തം കൊണ്ടുവരുന്ന ആൾക്കാരാണ് റീനൽ ആർട്ടറി. അപ്പൊ റീനൽ ആർട്ടറി കൊണ്ടുവരുന്ന രക്തത്തിൽ എന്തൊക്കെ ഉണ്ടാകും? റീനൽ ആർട്ടറി കൊണ്ടുവരുന്ന രക്തത്തിൽ ഓക്സിജൻ ഉണ്ടാകും, ന്യൂട്രിയൻസ് ഉണ്ടാകും, അതേപോലെ തന്നെ കുറേ വേസ്റ്റും ഉണ്ടാവും. ഓക്കെ, പിന്നെ റീനൽ വെയിൻ ഇതിനെ പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോഴേക്ക് വേസ്റ്റ് എല്ലാം അരിച്ച് കളഞ്ഞിട്ടുണ്ടാകും, അതുപോലെ ഓക്സിജനും ന്യൂട്രിയൻസ് എല്ലാം കിഡ്നി ഉപയോഗിച്ചിട്ടുണ്ടാകും. സോ കമ്പാരിറ്റീവ്ലി ലെസ് എമൗണ്ട് ഓഫ് യൂറിയ, ഗ്ലൂക്കോസ്, ഓക്സിജൻ, ന്യൂട്രിയൻസ് ഒക്കെ ആയിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, സോ ഇതാണ് ആരുടെ ഫംഗ്ഷൻ? നമ്മുടെ ആർട്ടറിയുടെയും വെയിൻ്റെയും. സോ വൃക്കാധമനി, വൃക്കാസിര. വൃക്കാധമനി വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നു, വൃക്കാസിര എന്ത് ചെയ്യുന്നു? ഇതിന് ശേഷമുള്ള രക്തത്തിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. വക്കാസിരയല്ല, വൃക്കാധമനിയും വൃക്കാസിരയുമാണ് കേട്ടോ. ഓക്കെ, അതാണ് ഇവരുടെ രണ്ടുപേരുടെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ കിഡ്നി എത്ര യൂറിൻ കളയുന്നുണ്ടെന്ന് അറിയാമോ? 1.5 ലിറ്റേഴ്സ് ഓഫ് യൂറിൻ ആണ് പുറത്തേക്ക് കളയുന്നത്. ആൻഡ് ഇവിടെ നമ്മുടെ കിഡ്നി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെയും സോൾട്ടിൻ്റെയും അളവ് ബാലൻസ് ചെയ്യുന്നതിൽ കിഡ്നിക്ക് ഒരു പ്രധാന പങ്കാണുള്ളത്. അപ്പം നമ്മൾ നേരത്തെ നമ്മുടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കിഡ്നീനെയും പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പം അതിന് നമ്മൾ ചെയ്യണം സ്മോക്കിങ്ങും ലിക്കറും ഒന്നും കഴിക്കാൻ വേണ്ടി പാടില്ല. നമ്മൾ ഒത്തിരി സോൾട്ട് അടങ്ങിയ ഭക്ഷണം കഴിക്കാതിരിക്കുക. പിന്നെ എന്താണ്? അൺനെസസറി ആയിട്ട് മെഡിസിൻസ് എടുക്കാതിരിക്കുക. പിന്നെ ഒരു ദിവസം ഒരു 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. പിന്നെ എന്താണ്? ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ് കഴിവതും ഒഴിവാക്കുക. ഡെയിലി എക്സസൈസ് ചെയ്യുക. അപ്പം നിങ്ങൾ ആലോചിച്ചാൽ മതി, ഡെയിലി എക്സസൈസ് ചെയ്യുന്ന എപ്പോഴും നമ്മുടെ എല്ലാ തരത്തിലുള്ള ആരോഗ്യത്തിനും നല്ലതാണ്. ഇനി നമ്മുടെ കിഡ്നി എങ്ങാനും തകരാറിലായാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡയാലിസിസ് ആണ്. പക്ഷെ കംപ്ലീറ്റ് 2 കിഡ്നിയും തകരാറിലായി കഴിഞ്ഞാൽ നമ്മൾ വൃക്ക മാറ്റി വെക്കേണ്ടി വരും. അങ്ങനെ വൃക്ക മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള പ്രോസസ്സ് അല്ല. നമ്മൾക്ക് എല്ലാ രീതിയിലും മാച്ച് ആവുന്ന, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പും ടിഷ്യൂ എല്ലാം മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു കിഡ്നി നമുക്ക് കിട്ടണം. അത് തന്നെ കിഡ്നി നമുക്ക് തരാൻ തയ്യാറായ ആൾക്ക് 18 വയസ്സിന് മുകളിലായിരിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഡാമേജ്ഡ് ആയിട്ടുള്ള കിഡ്നി നമ്മൾ മാറ്റി വെക്കൂല. പകരം പുതിയ കിഡ്നി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു യൂറിനറി ബ്ലാഡറിന്റെ അടുത്തായിട്ട് വെക്കും. എന്നിട്ട് ഈ യൂറീറ്റേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യും, ആർട്ടറിയും വെയിനും തമ്മിൽ കണക്ട് ചെയ്യും. ഇത് നമ്മൾ മാറ്റില്ല, അത് അവിടെ തന്നെ വെക്കും. പുതിയ കിഡ്നി നമ്മൾ വെച്ച് ചേർക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ കിഡ്നി കൂടാതെ നമ്മുടെ ശരീരത്തിലുള്ള എക്സ്ക്രീറ്ററി ഓർഗൻസ് ആണ് ഒന്ന് നമ്മുടെ സ്കിന്ന്, മറ്റത് നമ്മുടെ ലങ്സ്, പിന്നെ നമ്മുടെ ലിവർ അല്ലെങ്കിൽ കരൾ. അപ്പം ഇതിൽ സ്കിന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ ശരീരത്തിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്? നമുക്ക് സെൻസേഷൻ ഒക്കെ തരുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ സ്കിന്നിലുള്ള സ്വെറ്റ് ഗ്ലാൻഡ് അല്ലെങ്കിൽ സ്വേദഗ്രന്ഥികൾ വിയർപ്പുണ്ടാക്കുന്നുണ്ട്. ഈ വിയർപ്പിലൂടെ എന്താണ്? അധികമുള്ള വെള്ളവും ജലവും കളയുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഈ വിയർപ്പ് ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നമുക്കൊരു ടെമ്പറേച്ചർ റെഗുലേഷൻ, നമ്മുടെ ശരീരം ചൂടാവുമ്പോഴാണ് അതൊന്ന് നോർമൽ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ശരീരം വിയർക്കുന്നത്. സോ ഇത് എന്തിനും കൂടി ഒരു ഫംഗ്ഷനാണ്, നമ്മുടെ ടെമ്പറേച്ചർ റെഗുലേഷനും കൂടിയുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മൾ വിയർക്കുന്നത്. പിന്നെ ലങ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കളയുന്നത്. പിന്നെ നമ്മുടെ ലിവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിവർ എന്താണ് ചെയ്യുക? കരൾ എന്താണ് ചെയ്യുക? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിക് ആയിട്ടുള്ള അമോണിയ, ഓക്കെ, ആദ്യം മെറ്റബോളിസം നടന്നാൽ അമോണിയ ആണ് ഉണ്ടാവുന്നത്. ഈ അമോണിയനെ കരളിൽ വെച്ചാണ് നമ്മൾ എന്താക്കി മാറ്റുന്നത്? യൂറിയ ആക്കി മാറ്റുന്നത്. ഓക്കെ, അങ്ങനെ കരളിൽ വെച്ച് നമ്മൾ യൂറിയ ആക്കി, അതായത് ലെസ് ടോക്സിക് ആക്കി മാറ്റും. അതായത് നല്ല വിഷമുള്ള സാധനമാണ് അമോണിയ, അതിനെ ലെസ് ടോക്സിക് ആയിട്ടുള്ള യൂറിയ ആക്കി മാറ്റും. അതുകൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസിനൊക്കെ നമ്മുടെ ലിവറാണ് നശിപ്പിക്കുന്നത്. അതേപോലെ നമ്മളെ ദഹനത്തിന് സഹായിക്കുന്നുണ്ട് ബൈല്, പിത്തരസം ഉൽപ്പാദിപ്പിച്ചിട്ട്. ഇതെല്ലാം നമ്മുടെ ലിവറിൻ്റെ ഫംഗ്ഷനാണ്. ഇനി ലാസ്റ്റ് നമ്മുടെ നെർവസ് സിസ്റ്റം. അപ്പം നമ്മുടെ നാഡീ വ്യവസ്ഥയാണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് അല്ലേ. അങ്ങനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് ആരൊക്കെയുണ്ട്? ബ്രെയിൻ അല്ലെ, മസ്തിഷ്കം, സ്പൈനൽ കോഡ് അല്ലെങ്കിൽ നമ്മുടെ സുഷുമ്ന, പിന്നെ നമ്മുടെ നാഡികൾ, നെർവ്സ്. അപ്പം നമ്മുടെ ബ്രെയിൻ ആണ് ഇതിലെ മെയിൻ ആളല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനെ നമ്മളൊരു തലയോട്ടിക്കുള്ളിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സംരക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ബ്രെയിൻ്റെ ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മൂവ്മെന്റ്സും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും മെസ്സേജസും ഇൻസ്ട്രക്ഷൻസും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സെൻസേഷൻ, നമ്മുടെ വിഷൻ, ഹിയറിംഗ്, മെമ്മറി, ഇന്റലിജൻസ്, ഇമാജിനേഷൻ, ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? നമ്മുടെ ബ്രെയിൻ ആണ്. ഓക്കെ, ദെൻ കംസ് അഡോളസൻസ് ആൻഡ് ഹെൽത്ത്. അതായത് നിങ്ങളുടെ ഈ ഒരു പ്രായം, ഇപ്പം നിങ്ങൾ അഡോളസൻസിലാണ്, നിങ്ങളുടെ ശരീരത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക്
നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രായത്തിലാണ് നമുക്ക് നമ്മുടെ ഓർഗൻസ് പലതും, അതായത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എല്ലാം ഫങ്ഷണൽ ആവാൻ തുടങ്ങാം, കുറേ ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ട്, പിന്നെ നിങ്ങൾ വളരെ നന്നായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു പ്രായമാണ്. അതുകൂടാതെ എന്താണ്, നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഫിസിക്കൽ ചേഞ്ചസ് നടക്കുന്ന സമയമാണ്. മെയിൻ ആയിട്ട് എന്താണ്, ലേഡീസിലാണെങ്കിൽ ഗേൾസിലാണെങ്കിൽ ബ്രസ്റ്റ് ഡെവലപ്മെന്റ്, ബോയ്സിലാണെങ്കിൽ നെഞ്ചിലൊക്കെ ഹെയർ വരും, താടി മീശയൊക്കെ മുളയ്ക്കും, അണ്ടർആംസിൽ ഹെയർ വരും, പ്യൂബിക് ഏരിയാസിൽ എന്ത് വരും, ഹെയർ വരും അല്ലേ. റാപ്പിഡ് ഗ്രോത്ത് രണ്ടുപേർക്കും ഉണ്ട്. ഫീമെയിൽസിലാണെങ്കിൽ ബ്രസ്റ്റ് ഡെവലപ്മെന്റും റീപ്രൊഡക്റ്റീവ് ഓർഗൻസും ഡെവലപ്പ് ചെയ്യും, ബോയ്സിനാണെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് പിന്നെ ഹെയർ ഡെവലപ്മെന്റ് അണ്ടർആംസിൽ രണ്ടുപേർക്കും ഉണ്ട്. അതേപോലെ തന്നെ ബോയ്സിനാണെങ്കിൽ മുഖത്തും കൂടി ഉണ്ട്. പിന്നെ വോയിസ് ബോയ്സിന് ഡീപ്പർ ആവുമെങ്കിൽ ഗേൾസിൻ്റെ സ്വീറ്റർ ആകും. ആൻഡ് ഇവിടെ സ്പെർമാറ്റോജെനിസിസ് സ്റ്റാർട്ട് ചെയ്യും. സ്ത്രീകളിലാണെങ്കിൽ അണ്ടോത്സർജനം അല്ലെങ്കിൽ എന്താണ്, ആർത്തവം ആരംഭിക്കും. ബോയ്സിനാണെങ്കിൽ ബീജോത്പാദനം. ഈ മാറ്റങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അതുപോലെ ഗേൾസിന് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ ആർത്തവം. അതായത് എല്ലാ മാസവും സ്ത്രീകളുടെ ശരീരം എന്ത് ചെയ്യും, ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് റെഡിയാകും. അങ്ങനെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് റെഡി ആവുന്നതിൻ്റെ ഭാഗമായിട്ട് യൂട്രസിൻ്റെ ഉള്ളിലല്ലേ കുഞ്ഞ് വളരുക, ഗർഭപാത്രത്തിൽ പുതിയ ടിഷ്യൂസ്, പുതിയ കലകളും ബ്ലഡ് വെസൽസും എല്ലാം രൂപപ്പെടും. പക്ഷേ ഈ പ്രായത്തിൽ നമ്മൾ ആരും പ്രഗ്നൻ്റ് ആവാറില്ല അല്ലേ. സോ പ്രഗ്നൻസി സംഭവിക്കാത്ത അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിലെ പുതിയതായിട്ടുണ്ടായ ഈ കലകളും ഈ രക്തക്കുഴലുകൾ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പുറത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, ആർത്തവം എന്ന് പറയാം. അപ്പൊ എല്ലാ മാസവും നമ്മുടെ ശരീരം റെഡിയാകും, എല്ലാ മാസവും നിരാശയാണ്, പ്രഗ്നന്റ് ആവുന്നില്ല, അപ്പൊ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പുറത്തു പോകുന്നു. സോ ഇതാണ് എന്ത്, നമ്മുടെ മെൻസ്ട്രേഷൻ എന്ന് പറയാം. അപ്പൊ ഈ മെൻസ്ട്രേഷൻ പറയുന്ന അത്ര ഈസി അല്ല നമുക്ക് അനുഭവിക്കാൻ. കാരണം പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ 7 ഡേയ്സിൽ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവും. ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ ഏകദേശം 1/2 ലിറ്റർ ബ്ലഡ് ആണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നത്. ഓക്കെ, അത് കൂടാതെ നമുക്ക് വയറുവേദന, ബാക്ക് പെയിന്, വൊമിറ്റിങ്, കാലുവേദന, ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ്, ദേഷ്യം, ആങ്സൈറ്റി, വിഷമം, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ വേണം അങ്ങനെ നിങ്ങളുടെ വീട്ടിലുള്ള ലേഡീസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഈ മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്നത് 28 ഡേയ്സ് സൈക്കിളാണ്. അതായത് 28 ഡേയ്സിൽ ഇത് റിപ്പീറ്റ് ചെയ്യും. പക്ഷെ അതിലും കൂടുതലായിട്ടും വരുന്നില്ല, മെൻസ്ട്രേഷൻ വരുന്നില്ല, 2 മാസമൊക്കെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മെൻസ്ട്രൽ ഹൈജീൻ. അതായത് ഈ സമയത്ത് നമ്മൾ മിക്കവാറും കുട്ടികളെല്ലാവരും പാഡായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം അത് ഈസിയാണ് യൂസ് ചെയ്യാൻ, ഇൻഫെക്ഷനുള്ള ചാൻസ് ഇല്ല, ലീക്കിനുള്ള ചാൻസ് ഇല്ല, 3-4-5 മണിക്കൂറോളം നമുക്കൊരു കുഴപ്പമില്ലാണ്ട് വെക്കാനൊക്കെ പറ്റും. പക്ഷേ നിങ്ങളത് പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഡിസ്കംഫർട്ടും ഇൻഫെക്ഷനും ഉണ്ടാകും. അതുപോലെ തന്നെ സ്കിൻ ഇറിറ്റേഷൻ ചില ആൾക്കാർക്ക് ഉണ്ടാകും. നമുക്ക് എന്താണ്, അത് ഡിസ്പോസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. നമുക്കിതിനെ യൂസ് ചെയ്യുന്നതിന് ഗുണങ്ങളുണ്ടെങ്കിൽ കൂടെ പക്ഷേ അതിന് ഹെൽത്ത് ഇഷ്യൂസ് പാഡിന് ഒത്തിരിയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെൻസ്ട്രൽ കപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞത് ഇവിടെ നിന്നാണ് ഈ ബ്ലഡ് പുറത്തു പോകുന്നത്. അപ്പോൾ ഈ കപ്പ് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കപ്പിലേക്ക് കളക്ട് ആവും. അതുമാത്രമല്ല ഇത് നമുക്ക് റിസ്ക് വളരെ കുറവാണ് മെൻസ്ട്രൽ കപ്പിന്. പിന്നെ ഇത് നമുക്ക് സ്കിൻ ഇറിറ്റേഷനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. പ്ലാസ്റ്റിക് ഫ്രീ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇക്കോ ഫ്രണ്ട്ലി കൂടിയാണ്. അപ്പോൾ കുറേയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ അതുകൂടി യൂസ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുന്നതെങ്കിലും, മെൻസ്ട്രൽ കപ്പ് ആണെങ്കിലും ക്ലോത്ത് ആണെങ്കിലും പാഡ് ആണെങ്കിലും യൂസ് ചെയ്യുന്നതിന് മുൻപും പിൻപും കൈ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നല്ല എന്താ പറയുക, ഹൈജീനിക് ആയിട്ട് തന്നെ ഈ സമയത്ത് കാര്യങ്ങൾ ഡീൽ ചെയ്യുക. അതേപോലെ ഈ സമയത്ത് മിസ് നേരത്തെ പറഞ്ഞു 1/2 ലിറ്റർ ബ്ലഡാണ് നിങ്ങളുടെ ശരീരത്തിൽ നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഭക്ഷണം പ്രത്യേകം കഴിക്കാം. ഓക്കെ, ദെൻ ലാസ്റ്റ് ടോപ്പിക്കാണ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ. ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് പല കാര്യങ്ങൾ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ചില സമയത്ത് ചില ആൾക്കാർ നമ്മളോട് ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കും. ചില ആൾക്കാർ നമ്മളെ പോണോഗ്രാഫിക് മൂവീസ് ഒക്കെ കാണിക്കാനൊക്കെ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മളെ ടച്ച് ചെയ്യുക, നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ സെക്ഷൽ കണ്ടന്റോട് കൂടിയിട്ട് നമ്മൾ സംസാരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതൊക്കെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനിലാണ് വരിക. നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പാരൻസിനോടോ ക്ലാസ്മേറ്റ്സിനോടോ കൗൺസിലേഴ്സിനോടോ ടീച്ചേഴ്സിനോടോ ആരോടെങ്കിലും സംസാരിക്കണം. പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യം നേരിടുന്ന സമയത്ത് നിങ്ങൾ പേടിക്കുകയല്ല വേണ്ടത്, സ്ട്രിക്റ്റ് ആയിട്ട് പറയാം. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നോ, എന്നെ ടച്ച് ചെയ്യണ്ട, എനിക്കത് ഇഷ്ടമല്ല, നോ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചൈൽഡ് ലൈനിൽ കോൺടാക്ട് ചെയ്യാം. 1098 കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നോക്കിക്കോളും ബാക്കി എല്ലാ കാര്യങ്ങളും. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്റർ എൻ്റെ കുട്ടിയൊക്കെ ഒരു 20 മിനിറ്റ്സിൽ സെറ്റ് ചെയ്യാൻ പറ്റിയെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് മക്കളെ, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.